നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, പുതിയ സർക്കാർ അധികാരത്തിലേറിയിരിക്കുകയാണ്. ഇനി ആരാണ് നമ്മളെ ഭരിക്കാൻ പോകുന്ന മുഖ്യമന്ത്രി എന്നറിയാൻ ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരുമോ, മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം മതിയുമോ? ചോദ്യം ബാക്കിയാവുകയാണ്. എന്തായാലും 3 പേർ തയ്യാറായി നിൽക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും വി ഡി സതീശനും. ആരാകും നമ്മുടെ മുഖ്യമന്ത്രി എന്ന ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. വിവാദങ്ങളില്ലാതെ എന്ത് സർക്കാർ, അല്ലേ? ഒരു സർക്കാർ അധികാരത്തിലേറിയാൽ സർക്കാരിൻ്റെ തെറ്റുകൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ വീഴ്ചകൾ, സർക്കാരിൻ്റെ പരാജയങ്ങൾ അതൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടും. പ്രതിപക്ഷത്തിൻ്റെയും മാധ്യമങ്ങളുടെയും ധർമ്മം അത് തന്നെയാണ്, സർക്കാരിൻ്റെ വീഴ്ചകൾ, പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുക എന്നത്. അപ്പോൾ വിവാദങ്ങൾക്ക്, പുതിയ സർക്കാരിനെ അലട്ടുന്ന വിവാദങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പലരും, രാഷ്ട്രീയ കേരളമൊക്കെ ചിന്തിച്ചു തുടങ്ങി. എന്തൊക്കെ വിവാദങ്ങളിൽ കൂടിയാണ് അല്ലെങ്കിൽ എന്തൊക്കെ കടമ്പകളാണ് പുതിയ സർക്കാരിന് കടക്കാനുള്ളത്? LDF സർക്കാരിനെ സംബന്ധിച്ച് ഒരുപാട് പർവ്വതം പോലെ ഉയർന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തന്നെയായിരുന്നു. അതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, വിവാദങ്ങൾ ഒക്കെ നമുക്കറിയാവുന്നതാണ്. പല കാര്യങ്ങളും വിവാദമായി സർക്കാരിനെ അലട്ടുകയും ചെയ്തു. UDF സർക്കാരിനെ സംബന്ധിച്ച് എന്തായിരിക്കും അവരെ അലട്ടാൻ പോകുന്ന വിവാദങ്ങൾ, അവർക്ക് മുന്നിലേക്ക് ഉയർന്നു വരുന്ന പർവ്വതങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദ്യം ബാക്കി നിൽക്കവെയാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒരു സംഭവം നീറിപ്പുകയുകയാണ്. അതായത് വോട്ടെണ്ണലിന് 2 ദിവസം മുമ്പ് പ്രത്യേക വിമാനത്തിൽ കർണാടകത്തിലെ NDA നേതാക്കളെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സന്ദർശിച്ചിരിക്കുകയാണ്. ഇതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. എന്തിന് സന്ദർശിച്ചു, എന്തായിരുന്നു സന്ദർശന ലക്ഷ്യം? ചോദ്യം ബാക്കിയാണ്. JDS നേതാവും മുൻ MLC-യുമായ BM ഫാറൂഖിന്റെ മംഗളൂരു ഉള്ളാളിലെ വീട്ടിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച VD സതീശൻ രഹസ്യമായി എത്തിയത്, സന്ദർശനം നടത്തിയത്. കോൺഗ്രസ് നേതൃത്വം അറിയാതെയാണ് VD സതീശൻ സന്ദർശനം നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി കോൺഗ്രസ് നേതൃത്വത്തിന് അറിവുണ്ടോ എന്ന കാര്യത്തിലും ഒരു വ്യക്തതയില്ല. ഇത്തരത്തിലൊരു സന്ദർശനത്തിൽ വലിയ രീതിയിലുള്ള അതൃപ്തി പുകയുന്നുണ്ട്. അതായത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പുകയുന്നുണ്ട്. ഇത്തരത്തിൽ അതൃപ്തിയുള്ള ഡൽഹിയിലെ നേതാക്കളാണ് ഈ രഹസ്യ സന്ദർശന ദൃശ്യം മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത്. സന്ദർശന സമയത്ത് മറ്റൊരു NDA നേതാവും മുൻ MLA-യുമായ മൊയ്തീൻ ബാവയും ഫാറൂഖിന്റെ വസതിയിൽ ഉണ്ടായിരുന്നു എന്നത് കൃത്യം. കൊച്ചിയിൽ നിന്ന് പ്രത്യേക വിമാനത്തിലായിരുന്നു VD സതീശൻ മംഗളൂരിലേക്ക് എത്തിയത്. VD സതീശനൊപ്പം റജികുമാർ എന്നയാൾ മാത്രമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. യാത്രാ രേഖകൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. രേഖകളടക്കമാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ എന്തിനിങ്ങനെ ഒരു സന്ദർശനം, എന്തിനിങ്ങനെ ഒരു കൂടിക്കാഴ്ച? ആ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലുള്ള ലക്ഷ്യം എന്തായിരുന്നു എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. പ്രത്യേക വിമാനം ഏർപ്പാടാക്കിയത്, ചെലവ് വഹിച്ചത് ആരാണ് എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. എങ്കിൽ പോലും ഇങ്ങനെ ഒരു സന്ദർശനം നടത്തിയെന്ന കാര്യം ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിരിക്കുകയാണ്. റജികുമാറിനെ മുമ്പ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയുമായിട്ട് എന്തിന് VD സതീശൻ സന്ദർശനം നടത്തി, കൂടിക്കാഴ്ച നടത്തി? അത് പാർട്ടിക്കുള്ളിൽ തന്നെ അതൃപ്തി പുകയുകയാണ്. എന്നാലും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് VD സതീശന് അല്പം ഒരു ഇടിവ് വരുത്തി ഇത്തരത്തിലൊരു ദൃശ്യങ്ങൾ, ഈ ഒരു വിവാദം കൂടി പുറപ്പെട്ടിരിക്കുന്നത്. എന്താണ് നൽകാൻ പോകുന്ന വിശദീകരണം എന്ന ചോദ്യവും ഒരു വശത്ത് ബാക്കിയാവുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം UDF-ന്റെ അത്യുജ്വല ജയം, അതിനുശേഷം തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങിയെത്ത കോൺഗ്രസ് നേതാവ് VD സതീശന് സ്വന്തം ജില്ലയിൽ പ്രവർത്തകർ വലിയ ആവേശത്തോടുള്ള സ്വീകരണമാണ് ഒരുക്കിയത്. പ്രത്യേകിച്ച് VD സതീശ നേതാവെ മുഖ്യമന്ത്രി സതീശ എന്ന മുദ്രാവാക്യ വിളികൾ ഉയരുകയുണ്ടായി. ധീര വീര സതീശ, മുഖ്യമന്ത്രി സതീശ, ധീരതയോട് നയിച്ചോളൂ എന്നതടക്കമുള്ള മുദ്രാവാക്യങ്ങൾ ഉയരുകയും അദ്ദേഹത്തെ പ്രവർത്തകരൊക്കെ ആവേശത്തോടെ തോളിലേറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. വന്ദേ ഭാരത് എക്സ്പ്രസിലായിരുന്നു നാട്ടിലേക്ക് എത്തിയത്. അവിടെ നിന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തോടെ VD സതീശനെ എടുത്തുപൊക്കി ഇത്തരത്തിൽ മുദ്രാവാക്യമൊക്കെ ഉയർത്തിയത്. മുഖ്യമന്ത്രി എന്ന് വിളിച്ചായിരുന്നു പ്രവർത്തകരുടെ ആവേശം. ഹൈബി ഈഡൻ MP-യും DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസും TJ വിനോദും ഉൾപ്പെടെയുള്ളവർ VD സതീശന്റെ വരവേൽപ്പിന് നേതൃത്വം നൽകുകയുണ്ടായി. എന്നാൽ മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ്. ആരാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ, ആരായിരിക്കും മുഖ്യമന്ത്രി, ചോദ്യമൊക്കെ ബാക്കി നിൽക്കുകയാണ്. ഇനി എത്ര ദിവസത്തെ കാത്തിരിപ്പുണ്ടാകും എന്ന ഒരു കാര്യം പ്രത്യേകിച്ച് കേരള ജനത ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഒരു 100-ലധികം സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അവരെ മുഖ്യമന്ത്രി ആരാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കേരള ജനതയ്ക്ക് ഉണ്ട്. അതേസമയം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. VD സതീശൻ നല്ല പ്രതിപക്ഷ നേതാവാണ് എന്നും വെള്ളാപ്പള്ളി പ്രതികരിച്ചു. UDF-ന്റെ വിജയശില്പി KC വേണുഗോപാലാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ആഗ്രഹിക്കുന്നത് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണം എന്നാണ്. വേണുഗോപാൽ അതികായനാണ് എന്നും ഭൂരിപക്ഷം MLA-മാരുടെയും MP-മാരുടെയും പിന്തുണ KC-ക്കാണ് എന്നും വെള്ളാപ്പള്ളി പ്രതികരിച്ചു. രമേശ് ചെന്നിത്തല പ്രവർത്തന പരിചയവും ഒരു വിവാദവും ഉണ്ടാക്കാത്ത നേതാവാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ
കനത്ത തോൽവിക്ക് താനും ഒരു കാരണമായെന്ന് ആരോപിക്കുന്നത് പിണറായി വിരുദ്ധരും സമുദായ വിരുദ്ധരുമാണെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. KC വേണുഗോപാൽ കോൺഗ്രസിലെ 3ാം സ്ഥാനക്കാരനാണ്. രാജ്യത്ത് തന്നെ സ്വാധീനമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ സ്വാധീനത്തിൽ ഒരുപാട് MLA-മാരെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇടപെടലിൽ ഒരുപാട് പ്രശ്നങ്ങൾ തീർത്തിട്ടുണ്ട്. നയവും നയചാതുര്യവും നേതൃഗുണവുമുള്ള വ്യക്തിയാണ് KC വേണുഗോപാൽ എന്നും വെള്ളാപ്പള്ളി നടേശൻ വാനോളം വർണ്ണിച്ചു. അദ്ദേഹത്തിന് ഡൽഹിയിൽ, അതായത് KC വേണുഗോപാലിന് ഡൽഹിയിൽ ഇരുന്നാലും കേരളം ഭരിക്കാൻ സാധിക്കും. അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരുമോ എന്നത് സംശയമാണെന്നും കൊച്ചു കേരളത്തിൽ കറുകപ്പുല്ല് മാത്രമാണുള്ളത്. ഇന്ത്യയിൽ ഒരുപാട് കരിമീൻ തോട്ടങ്ങളുള്ളപ്പോൾ ഈ കറുകപ്പുല്ല് തിന്നാൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. MLA-മാരിലും MP-മാരിലും മഹാഭൂരിപക്ഷവും വേണുഗോപാലിനൊപ്പമാണ്. തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ശില്പിയും അദ്ദേഹമാണ്. പ്രചാരണത്തിന് ഫണ്ട് കണ്ടെത്തിയതും KC വേണുഗോപാലാണ് എന്നും വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്തായാലും വിവാദമൊക്കെ പുകയാണ്. മംഗലാപുരത്തേക്കുള്ള യാത്രയുമായി ബന്ധപ്പെട്ട് VD സതീശൻ NDA നേതാക്കളെ കണ്ടതായും ചാർട്ടേഡ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തതുമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് എങ്ങനെയാണ് VD സതീശന് ഒരു തിരിച്ചടിയാവുക? ഇത് ചോദ്യങ്ങളായിട്ട് ഉയരുമ്പോൾ എന്താണ് അദ്ദേഹത്തിന് മറുപടി എന്നതും ഒരു ചോദ്യം തന്നെയാണ്. മംഗലാപുരം യാത്ര എന്തായാലും വലിയ രീതിയിൽ വിവാദമായിരിക്കുകയാണ്. മുഖ്യമന്ത്രി ചർച്ചകൾക്കിടയിലാണ് ഇത്തരത്തിലൊരു വിവാദവും കൂടി ഉടലെടുത്തിരിക്കുന്നത്. എന്തായാലും VD സതീശനെ തന്നെ മുഖ്യമന്ത്രിയായിട്ട് വേണമെന്നൊരു ആവശ്യം പാർട്ടിയിൽ നിന്ന് ഉയരുന്നുണ്ട്. പാർട്ടിയിൽ ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. VD സതീശൻ പരസ്യ പിന്തുണയുമായി N ശക്തൻ അടക്കമുള്ള A ഗ്രൂപ്പ് നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. VD നിലപാടുകളുടെ രാജകുമാരനാണെന്നും ജനപക്ഷ നേതാവായ സതീശനൊപ്പമെന്നുമായിരുന്നു N ശക്തന്റെ പ്രതികരണം. ഫേസ്ബുക്ക് പോസ്റ്റിലായിരുന്നു N ശക്തൻ ഇത്തരത്തിൽ പിന്തുണ അറിയിച്ച് രംഗത്ത് വന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാലിനെ പിന്തുണച്ച് ചടയമംഗലത്തെ നിയുക്ത MLA MM നസീറും രംഗത്ത് വന്നു. KC വേണുഗോപാലാണ് തന്റെ നേതാവാണ് എന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. ചടയമംഗലം സീറ്റ് നഷ്ടപ്പെടുമെന്ന സാഹചര്യത്തിൽ തനിക്ക് വേണ്ടി സംസാരിച്ചത് KC വേണുഗോപാൽ എന്നായിരുന്നു MM നസീർ പ്രതികരിച്ചത്. അതിനിടെ TJ വിനോദ്, ദീപക് ജോയ് എന്നിവർ ആലുവയിലെ വീട്ടിലെത്തി VD സതീശനെ കണ്ടു. A ഗ്രൂപ്പ് VD സതീശനെ പിന്തുണച്ചേക്കുമെന്നാണ് സൂചന. പലയിടത്തും KC വേണുഗോപാലിനും VD സതീശനും അനുകൂലമായി ഫ്ലെക്സ് ബോർഡുകൾ ഉയരുകയും ചെയ്തു. വയനാട് മേപ്പാടി പള്ളിക്കവലിലെ കോൺഗ്രസ് എന്ന പേരിലാണ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്നാണ് ഫ്ലെക്സ് ബോർഡിൽ. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ അഭിവാദ്യങ്ങളെന്നും ഫ്ലെക്സിൽ ഉണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഒരു പിടിവലിയൊക്കെ നടക്കുകയാണ്. പിടിവലിയൊക്കെ കഴിഞ്ഞ് എപ്പോഴാണ് നമുക്ക് മുന്നിലേക്ക് മുഖ്യമന്ത്രി എത്തുക എന്നതും ഒരു ചോദ്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.